ഹലോ ഗൈസ്, ഇത് എൻ്റെ പുതിയ ചാനലാണ് ടെറർ ഗെയിമിംഗ് മച്ചാൻ. ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്ന ഗ്രാനിയാണ്. ഗ്രാനി ചാപ്റ്റർ 3 ആണ്. അതിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഗ്രാനി മാത്രമായിട്ട് കളിച്ചേക്കാം. നമുക്ക് ഗ്രാനി ചെയ്തിട്ട് ഈസിയിലിട്ട് കളിച്ചേക്കാം. അപ്പോൾ നമ്മൾ ലോഡിങ്ങിലാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ കളിക്കുന്നത്. വെറുതായിട്ട് എന്തൊക്കെയൊക്കെയോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ ചാടി വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ മതി. 10 മിനിറ്റ് ട്രെയിനിൻ്റെ കളിച്ചിട്ട് ഓടി പോവുക. ട്രെയിനിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് ഇവിടെ ഒരു റോബോട്ട് ഉണ്ട്. ഈ റോബോട്ട് ഒച്ച ഉണ്ടാക്കൂട്ടാ. അപ്പോൾ നമുക്ക് നേരെ സൗണ്ട് പറ്റും. നമുക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എടുത്തില്ല ഗൈസ്. വെപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇനി മുഴുവൻ നമ്മുടെ കയ്യിലാണ് ഗൈസ്. കളി മുഴുവൻ നോക്കാൻ പറ്റുമോ നോക്കാം. ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരുമല്ലോ. എന്താണ് ഗ്രാനി വരാത്തത്? ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. ഗ്രാനി ദേ വന്നിട്ട് നമുക്ക് ഈ അമ്മച്ചീനെ എത്രയും പെട്ടെന്ന് തട്ടുകയായിരുന്നെങ്കിൽ വളരെ നല്ലായിരുന്നു. അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് ഇതിന് എസ്കേപ്പ് ആവാം ഗൈസ്. അതിന് നേരെ പോയിട്ട് വെട്ടം നോക്കിട്ട് കല്ലും പെറുക്കി അമ്മച്ചീൻ്റെ പപ്പും കൂടെ പറിച്ചിടണം. അമ്മച്ചി പുറത്തേക്കൊക്കെ പോയിട്ടാ. ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായിട്ടൊരു പൊടി പൊരിക്കണം ഗൈസ്. നമുക്ക് ഓടിപ്പോയി മുറ്റത്തുള്ള കല്ലെടുത്തോണ്ടിരാം. എന്നിട്ട് ഗ്രാനിയുടെ ചക്കിലിരിക്കുന്ന മൂന്ന് നമ്മൾക്ക് പറിച്ചെടുക്കണം. സ്ലെൻഡറിനെയാണ് ഗൈസ്. സ്ലെൻഡറിനെയാണ് ഗൈസ്. അങ്ങനെ മുന്നിൽ വന്ന് വായി കളിച്ച് നിൽക്കുന്നു. എന്താണ് പറയാത്തത്? മോണ്ട് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഗ്രാനിത അവിടെ മലന്നെടുത്ത് വീണുണ്ട്. എനിക്കിത് പോയിട്ട് വേറെ ഞാൻ കളിച്ച് പരിചയമില്ല. പക്ഷെ ഞാൻ യൂട്യൂബിൽ കുറെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗൈസ് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്ലാങ്ക് കൊണ്ടുപോയിട്ട് മുകളിൽ കൊണ്ടുപോയിടണം. അവിടെ എവിടെയാണ് തേന്, അല്ലെങ്കിൽ നമ്മൾ തേനൊട്ടി ഗൈസ്. എന്താണ് എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് പൊട്ടിക്കണം കേട്ടോ. ഞങ്ങള് ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അത് ആദ്യമായിട്ടാണ് ഗൈസ് കളിക്കുന്നത്. അവിടെ ചെറിയ ഭയങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി ഉണ്ട് ഗൈസ്. സേഫ്റ്റി എവിടെയാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. നോക്കാം ഗൈസ്. നമുക്ക് ഇത് എവിടെയോ മുകളിലൊക്കെ കൊണ്ടാക്കണം തോന്നുന്നു കേട്ടോ. അതെവിടെയാണ് തുറന്നിട്ടില്ല. എന്താണ് ഗ്രാനി ചട്ടി വലിച്ച് അവിടെ കിടക്കുന്നുണ്ട്. ഗ്രാനി ഇപ്പോൾ എഴുന്നേക്കാൻ സമയമുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് ഇട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. നമുക്കിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്തിനാണ് കിട്ടിയത് അതുകൊണ്ട് ചെയ്യും. അല്ലെങ്കിൽ
കുത്തിയിരിക്കുന്നു. കകച്ചി ഓ ട്രെയിൻക്ക് ആ ഓ ഗൈസ് നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മനോഹരമായ കുത്താണ് കിട്ടിയത്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ആ ഇറങ്ങാൻ പറ്റി ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഈ ആക്സിലറേറ്റർ ഇതൊന്നെങ്കിൽ ട്രെയിനിന്റെ ആക്സിലറേറ്റർ അത് നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നോക്കാം. നമ്മളിപ്പോ തൽക്കാലം അയ്യോ പണി പാടില്ല. ഇവിടെ അല്ലേ ഗൈസ് നമ്മളിപ്പോ ഒന്ന് ഇതിന്റെ അടിയിലോട്ട് പോകാൻ പോയി. ഒറ്റ പോകുന്ന പോലെയാണ് ഗൈസ് ഈ എലിവേറ്റർ പോകുന്നത്. അമ്മച്ചി 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 അവിടെ സ്ലിംഗ് ഷോട്ട് ഷോട്ട് എടുത്തിട്ട് കല്ല് ഓർക്കാം. അതായത് ഇതേ ഒരു കല്ല് ഓർക്കുന്നു. ഈ തിളങ്ങുന്ന കല്ല് നമുക്കിനി 2-3 കല്ലൊക്കെ പെറുക്കിട്ട് അപ്പം പോടാൻ പഠിക്കണം. കാറിന്റെ ഡിക്കൊക്കെ തുറക്കാനിരുന്നു. ഈ ഡിക്കൊക്കെ തുറക്കാൻ പറ്റും. ആദ്യത്തെ ഗ്രാനി 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 അടിച്ചു തവച്ചു ഗൈസ്. ഇവിടെ 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 എന്ത് ഇവിടെ ഒന്നും ഒരു ഉണ്ടില്ല. അയ്യോ പട്ടേ ആ സേഫ്റ്റി സേഫ്റ്റി ഈ സ്ലെൻഡറിനെ വലിയ ശല്യമാണ്. ഈ സ്ലെൻഡറിനെ പറഞ്ഞു നമ്മളന്ന് സ്ലെൻഡറിനയുടെ മൂട്ടില് കുറെ സമയം നിന്ന് കഴിഞ്ഞാല് നമ്മള് ചത്തു പോകുന്നതാണ് തോന്നുന്നത്. അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. നമ്മള് ഇവിടെ ഇവിടെ എവിടെ സേഫ് ഇരിക്കുന്നു? ഇവിടെയാണോ? ഇവിടെ 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 എവിടെയോ അതെ. ഇതിന്റെ ആവശ്യം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമ്മൾ എടുത്തുകൊണ്ട് പോവാ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ആക്സിലറേറ്റർ സ്വിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്വിച്ച് ഇട്ട് ജാനി തളച്ചി എവിടെയാ? ഇവിടെ കിട്ടുന്നില്ല. അവിടെ കൂട്ടിയിടാം ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി. അപ്പോൾ നമ്മൾ ഈ വളയണ സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഗ്രാനി ഒന്നും ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ നല്ല നേരത്ത് ഇടുന്നത് വരില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാമിയുടെ ചിലപ്പോൾ എനിക്ക് എത്തിയത് പറ്റും. ഡേ 5 വരെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാനിയിൽ ഇത് കഴിഞ്ഞിട്ട് ഗ്രാനിയിൽ എങ്ങാനും നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുകയാണെങ്കിൽ അടുത്ത നമ്മളെ എപ്പിസോഡ് മറ്റേ ഗ്രാനി 2 വിളിക്കാം. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഗ്രാനിനെ കാണുന്നില്ല. ഗ്രാനി ഈസ് മിസ്സിംഗ്. ഗ്രാനി ഈസ് മിസ്സിംഗ്. ഗ്രാനി ഒറ്റടിക്ക് ബോധം കിട്ടുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്.
ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ. ഈ ഈ ഈ ഗ്രാനിയൊക്കെ വരുമ്പോഴത്തേക്കും നെഞ്ചിനകത്തൊരു പടപ്പ. എന്തൊക്കെയറിയില്ല, ഇവിടെ ഒന്നുമില്ലേ, ഇവിടെ ഒന്നുമില്ല പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം. നമുക്ക് പിന്നെ ചെയ്യേണ്ടത്, പിന്നെ ഞാൻ കുറെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ 2 കുപ്പി ഇവിടെ ഒഴിക്കുന്നുണ്ട്. അത് തട്ടിയിടണം ഗൈസ്. അത് ഇതേ ഒരു കുപ്പി ഇരിക്കുന്നു, നമുക്ക് തട്ടിയിടണം. തട്ടിയിട്ട് കഴിഞ്ഞാൽ വേറൊരു കുപ്പി കൂടെ ഉണ്ടാവും, അതും നമുക്ക് തട്ടിയിടേണ്ടി വരും. അത് നമ്മൾ തട്ടിയിടുന്നുണ്ട്. ഇനി നമുക്ക് അയ്യോ കുഴപ്പമില്ല, ഞാൻ ഓർത്ത് ചത്തു. ഇനി നമുക്ക് ഏറ്റവും അടിയിൽ പോയിട്ട് ഇവിടെ വെള്ളം നിറയ്ക്കുക. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയട്ടോ. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സൗണ്ട് കേട്ടി. വെള്ളം കൊണ്ടുപോയി നിറയ്ക്കുക. ഗൈസ് ഇനി ഇത് അയ്യോ, നമുക്ക് ഇനി ഇത് ഇവിടെ ഈ ഡോർ കണ്ടോ ഗൈസ്, ഈ ഡോറിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒന്നുമില്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഐ ആം വേസ്റ്റഡ്. ഗൈസ് ഈ സമയത്ത് തള്ളച്ചു വരികയാണെങ്കിൽ ഞാൻ ചത്തുന്ന് കൂട്ടിയാൽ മതി. തള്ളച്ചി ഇനി അയ്യോ കല്ലില്ല ഗൈസ്, കല്ലില്ല ഗൈസ്. നമുക്ക് പുറത്തു പോയി കല്ല് പറിക്കാൻ കൊണ്ടുവരാം. കല്ലിന് ക്ഷാമം കണ്ട ഒരു ഒരേ ഒരു സ്ഥലമാണ് ഗ്രാനിയുടെ വീട്. ഗൈസ് നിങ്ങൾക്ക് ഈ ഗ്രാനി ചാപ്റ്റർ 3 കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കല്ല് ഇത് എവിടെ, കല്ല് ഭയങ്കര ക്ഷാമം തന്നെയാണ് കേട്ടത്. ഗ്രാനി തള്ളച്ചി ഒന്നും ഇങ്ങോട്ട് വരികയായിരുന്നു, ഈ കൊള്ളേന്ന് ഒന്നും കൂടെ തട്ടണം. എന്നിട്ട് നമുക്ക് വേറൊരു കുപ്പിയുണ്ട്, ആ കുപ്പിയും കൂടെ കൊണ്ട് നിറയ്ക്കണം. ആദ്യമായിട്ട് അങ്ങനെ കളിക്കണോണ്ട് കേട്ടോ ഗൈസ്, പേടി വരുന്നു. നമ്മളിതാ ഇനി അവിടെ കിടക്കണ ആ കുപ്പി നമുക്ക് എടുത്തോണ്ട് വരണം. എന്നിട്ട് നമുക്ക് വെള്ളം കൊണ്ട് വെച്ചിട്ട് നമുക്ക് എന്താ വെള്ളം നിറയ്ക്കേണ്ടി വരില്ല. വെള്ളം നിറച്ചിട്ട് നമുക്ക് എന്തൊക്കെയോ ചെയ്യണം ഗൈസ്. നമുക്ക് ഇതിനെ കുറിച്ച് അത്ര ധാരണ ഇല്ല ഗൈസ്. തേങ്ങ കിട്ടി ഗൈസ്. വാവ്, തേങ്ങ ഇനി എവിടെയാണ് കൊണ്ട് ഇതാക്കണ്ട്. എന്റെ ഊഹം വെക്കുകയാണെങ്കിൽ തേങ്ങ മിക്കവാറ ആ മറ്റേ ഒരു സാധനമില്ലേ ഞാൻ അരക്കണം അത് ഈ സാധനത്തിൽ ആയിരിക്കും. തന്നെ കോയിൻ എവിടെയാ? കോയിൻ എവിടെയൊക്കെ അറിയില്ല. നമുക്ക് നല്ല ഇവിടെ ഇടാം. ഫ്രണ്ട്സോട്ട് എടുത്ത് കൈ പിടിക്കാം. പിന്നെ ഈ ഗ്രാന് ഭയങ്കര ബഗ്ഗുള്ളത്. ഞാൻ ഇതിനു മുന്നേ ഞാൻ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഗ്രാൻ എന്നെ തട്ടി ഉറക്കുന്നുണ്ട്. മറ്റേ കുഞ്ഞുവാവളൊക്കെ ഉറക്കണ പോലെ പാഴി ഉറക്കും. പിന്നെ ഈ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഉറ്റ സുഹൃത്ത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരുത്തനാണ്. അവനും ചാനലൊക്കെ ഉണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഏതാണെന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് ആനിമേറ്റ്. സരയൂപിൽ നിന്ന് അടിച്ചെടുത്താലും കിട്ടും. നമുക്ക് ഈ കുളം കൊണ്ടുപോയി നിറയ്ക്കണം കേട്ടോ. നിറച്ചില്ലെങ്കിൽ പണി കുഴഞ്ഞു തോന്നുന്നു. ഇത് നിറച്ചിട്ട് അവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ അവിടെ നിന്ന് എന്തോ കറങ്ങിയിട്ടുണ്ട് ഒരു സാധനം കിട്ടുക.
ആ സാധനം നമുക്ക് എന്തെങ്കിലും ഉപയോഗമുള്ളതായിരുന്നു കൊള്ളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചമ്മി പോകും ഗൈസ്. അയ്യോ വെള്ളം നിറച്ചില്ല, നമ്മൾ വെള്ളം നിറയ്ക്കാൻ മറന്നു ഗൈസ്. വെള്ളം നിറയ്ക്കാൻ മറന്നു. നമ്മൾ വെള്ളം ഇപ്പൊ നിറച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. നമുക്ക് ഇനി ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പൊത്തി വെക്കാം ഗൈസ്. ഇവിടെ എന്താ വീട്ടില് ഐ നീഡ് പാടലോക്കിയാ അത് പാടലോക്കി ഇപ്പൊ എന്താന്ന് വിളിക്കറിയില്ല ഗൈസ്. പാടലോക്കി കല്ല് നമുക്ക് നേരത്തെ അടുത്ത് കൈ പിടിക്കാം, അല്ലെങ്കിൽ സ്ലിംഗ് ഷോട്ടിന് കല്ലും ഉണ്ടായില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ സമയത്ത് ഈ വാതിൽ തുറന്നിട്ട് ഗ്രാൻഡ് വരികയാണെങ്കിൽ നമ്മള് ശരിക്കും ഒട്ടും കഴിച്ചു. ഒരു കല്ലും കൂടെ വേണം. അതെ കാക്കച്ചിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. ആ കാക്കച്ചിന്റെ എന്തിനു നമുക്ക് കൊണ്ടുപോയിട്ട് കാക്കച്ചീനെ സ്ലിംഗ് ഷോട്ട് അടിച്ചിട്ടല്ലോ. അങ്ങനെ പറ്റുമോ ഗൈസ്? ഞാൻ ഈ ഗെയിം ആദ്യമായിട്ടല്ല ഒരട്ടെ കളിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ ഗ്രാനിനെ പിടിച്ച് വീഴുന്നില്ല. ഓ ഗ്രാനി അയ്യോ സ്ലിംഗ് ഷോട്ട് എവിടെയാ? സ്ലിംഗ് ഷോട്ട് ഓ കളച്ചി കണ്ടം വഴി ഇറങ്ങി ഓടാണ് ഗൈസ്. ഓക്കെ മാച്ച് ബോക്സ് എടുത്ത് കൈ പിടിക്കണം. ഇറങ്ങി ഓടിക്കോ. ഞാൻ ഇറങ്ങി ഓടാണ് ഗൈസ്. ഗ്രാനിത്തള്ളച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. എന്റെ ചാൻസ് കിട്ടോ? പിന്നെ 2-3 ദിവസം ഇപ്പൊ എനിക്ക് പരീക്ഷ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇത് ഞാൻ ഈ ഗ്രാനിറ്റ് വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ വിളിട്ടോ. ഞാന് ഗ്രാനിറ്റ് ആണെങ്കിൽ ഞാൻ കുറെ കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിലെ കളി ഏകദേശം എനിക്ക് അറിയാൻ കഴിയും, അത് കുഴപ്പമില്ല. നമുക്കിനി കാക്കച്ചിന്റെ അടുത്ത് പോയിട്ട് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു? പാഡ്ലോക്കില്ലേ? ആ പാഡ്ലോക്ക് ഇത് ഇവിടെ എന്തോ ആക്കിയിട്ട് നമുക്ക് അത് അവിടെ കൊണ്ടുപോയി വെക്കണം. എന്തൊരു തീപ്പെട്ടി കൊണ്ട് ഗൈസ് കെണിയില്ലേ? അങ്ങനത്തെ സാധനം കേട്ടോ. ടാറ്റിക്സ് എന്നാണ് ഞാൻ പറയുക. സ്ലിംഗ് ഷോട്ട് അയ്യോ സ്ലിംഗ് ഷോട്ടേ മോനെ, സ്ലിംഗ് ഷോട്ട് കാണാനില്ല. ഞാൻ വെറുതെ ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. ഇവിടെ എത്തുമ്പോ ഒരു സമാധാനം ഉണ്ട്. ട്രെയിൻ കീ ഓ നമുക്ക് ഗൈസ് നോക്കി ിന് വേണം ഗൈസ്.
ഇതാണ് ചെയ്തപ്പോൾ Granny, where are you? I want to play hide and seek. Guys, ഈ ഡയലോഗ് ഞാൻ കേട്ട് മടുത്തിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങോട്ട് ഗ്രാനി ഗോണോ? നമുക്ക് വീൽ ക്രാങ്ക് അല്ലെ, വീൽ ക്രാങ്കോ? അയ്യോ, അത് ഗ്രാനി ടൂലുള്ളട്ടോ. ഇത് അവിടെ കൊണ്ടാണ് വെക്കേണ്ടത് തോന്നുന്നുണ്ട്. ഇവിടെ വടി കൊണ്ട് കാണുന്നുണ്ട്. എന്താണ് ഗൈസ് ഇങ്ങനെ? അയ്യോ, നമ്മൾ ഈ വീട് തപ്പാത്ത സ്ഥലങ്ങളില് ഗൈസ് ഒട്ടി. ആ പാഡ്ലോക്കിന് കിട്ടുന്ന കൊള്ളായിരുന്നു ഗൈസ്. നമ്മളിനി തപ്പാത്ത സ്ഥലങ്ങൾ വേറെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞാൻ പറയൂല. ടിക്കറ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര്. ടിക്കറ്റ് എവിടെ ഇരിക്കുന്നുണ്ട് അറിയില്ല. ഗ്രാനി തള്ളച്ചി ഇങ്ങോട്ട് പോടി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ വീടിന് ലൈക്ക് ബട്ടൺ അടിച്ചു പൊളിക്കുന്ന പോലെ ഈ സാധനം അടിച്ചു പൊളിക്കണം നമ്മള്. അതിന് ഗ്രാനിനെ ഉറക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ പണ്ട് കളിച്ചോട്ടോ ഗ്രാനി 3 ഞാൻ ഒറ്റ കളിച്ചല്ലോ. അത് ഒരു ഗസ്റ്റിന്റെ വീട്ടിൽ പോയപ്പോഴാണ് ആ ചങ്ങായി കളിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കളിച്ചിട്ട് ഇവിടെ എന്തോ അവനെ അടിച്ചു പൊളിക്കണ്ടായിരുന്നു. ഗ്രാനി വരുന്നില്ലല്ലോ. ഗ്രാനി, where are you? I want to play hide and seek. നമുക്കൊന്ന് മുന്നിലോട്ട് പോവാം. മുന്നിലോട്ട് നടക്കാം. നടന്നു നീ സ്ക്രീൻഷോട്ട് എടുത്ത് മണ്ട വിളിക്കണം. അല്ല, മണ്ട വിളിക്കാം. ഗ്രാനിയുടെ മണ്ട വിളിക്കണം. അതിനു മുന്നേ ഇത് അടിച്ചു പൊളിക്കണം ഗൈസ്. ഈ ചില്ല് നമ്മുടെ ഇതെന്ന് വെച്ചോ, എന്താ സബ്സ്ക്രൈബ് എന്ന് വെച്ചോ. അടിച്ചു പൊളിക്കണം ഗൈസ്. അയ്യോ, ഇപ്പൊ ഗ്രാനി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ. നമുക്ക് അങ്ങോട്ട് ചാടിയാലോ? നമ്മൾ അങ്ങോട്ട് ചാടിയുണ്ട്. ഇവിടെ കിടന്ന് നമ്മൾ ചത്തു പോകുന്നു. അയ്യോ ചത്ത് ഗ്രാനി നമ്മളെ ഉറക്കി ഗൈസ്.
ഇതിന് നമ്മൾ പകരം വീട്ടിയിരിക്കും ഗൈസ്. ഗ്രാനിയുടെ പപ്പും കൂടെ നമ്മൾ പറിച്ച് നമ്മൾ എടുക്കും ഗൈസ്. എടുത്തില്ല. എൻ്റെ പേര് ടെറർ ഗെയിമിംഗ് മച്ചാൻ നല്ല ഗൈസ്. അവിടെ ക്രോബാർ ആയിരുന്നു ഗൈസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ ക്രോബാർ കണ്ടതാ ഗൈസ്. എന്റെ 2 ഉണ്ട കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ഓ ഫയർവുഡ് ഗൈസ് കിട്ടി ഗൈസ്. ഒളിച്ചു മോനെ ഫയർവുഡ് വെച്ച് ആ മറ്റേ അവന്റെ കാക്കനെ കത്തിക്കണം ഗൈസ്. കത്തിച്ച് ഗ്രാനി ഓടിക്കണ്ടാ. പൊളിയടാ. അതിന് പേടിയില്ല. ബാ ഗ്രാനി നിങ്ങൾ ബാ. എന്നാ പിടിച്ചോ ഗ്രാനി ചത്തിട്ടുണ്ട്. ഗ്രാനി അവന്റെ ഒരു ഗ്രാനി അല്ല ആര് വന്നാലും എനിക്ക് ഒരുത്തനെ വീടില്ല ഗൈസ്. നമ്മള് പവർ അല്ല. ഈ ഫയർവുഡ് കൊണ്ട് കത്തിച്ച് ആ കാക്കനെ നമുക്ക് പറപ്പിക്കണം ഗൈസ്. അവനെ പറപ്പിക്കണം. കാക്കനെ പറപ്പിക്കും ഞാൻ. നമ്മള് തീപ്പെട്ടി എവിടെ കൊണ്ടിട്ട്? അയ്യോ മുള്ളല്ലേ ഗൈസ്. നമ്മൾ തീപ്പെട്ടി മുള്ളാണ് ഗൈസ് കൊണ്ടിട്ട്. നമുക്ക് തീപ്പെട്ടി പെട്ടെന്ന് കൊണ്ടുവരാം ഗൈസ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഓടുന്ന സൗണ്ട് കേൾക്കാം. അത് ഇവിടുത്തെ വണ്ടികൾ ഓടുന്ന കേട്ടോ. അല്ല അയ്യോ തീപ്പെട്ടി ഗൈസ്. നമ്മൾ തീപ്പെട്ടി ഇങ്ങോട്ട് ഇട്ടിരുന്നു ഗൈസ്. അയ്യോ നമ്മൾ പൊട്ടത്തരം കാണിച്ച് ഗൈസ്. നമ്മൾ തീപ്പെട്ടി ഇവിടെ അല്ല ഗൈസ്, ഏറ്റവും അടിയിലാണ് ഗൈസ്. ഞാൻ ഓർക്ക് നമ്മൾ തീപ്പെട്ടി ഇങ്ങോട്ട് ഇടാൻ നേരത്തല്ലേ ഗൈസ് നമ്മുടെ വഴുതി സ്ലിപ്പായി അങ്ങോട്ട് പോയത്. അതാണ് ഗൈസ് ഞാൻ ആ ഓർമ്മയിലുള്ളത്. എന്ത് ചെയ്യാൻ ഓർമ്മക്ക് കിടക്കും. ഒരു കല്ല് വേണ്ട. മാച്ച് ഉണ്ടോ? ഗ്രാനി എഴുന്നേക്കാൻ സമയമാണ്. ഗ്രാനി സ്പോണാവുന്ന എവിടെയാണോ? ഇവിടെ ഒന്നും ആയിക്കഴിഞ്ഞാല് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതിട്ടാ. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇവിടൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഗ്രാനി ഗൈസ്. ട്രെയിൻ കീ കിട്ടോ? ട്രെയിൻ കീയുടെ ആവശ്യമുണ്ടോ ഗൈസ്? നമുക്ക് ആ ഇത് വഴി എസ്കേപ്പ് ആയ പോരെ. ട്രെയിൻ വഴി എന്തിനാ എസ്കേപ്പ് ഒന്ന് തീർത്ത്? ട്രെയിനിന്റെ കീ വേണ്ട ഗൈസ്. പാവം കാക്ക വെറുതെ ഞാൻ ഓടിച്ചു വെച്ചു. കാക്കേന്റെ ശാപം റൂം ഗൈസ്. ഇത് കൂടെ ഗ്രാനി വരുന്ന കാണാൻ പറ്റും ഗൈസ്. ഗ്രാനി ഇപ്പൊ അങ്ങോട്ട് വരില്ലല്ലോ. തീർന്നു ഗൈസ്. അവിടുന്ന് ഷെഡിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നേരെ അത് അടിയിൽ പോയി പെട്ടെന്ന് എടുത്തോണ്ടിരണം. ഷെഡിക്ക് നമുക്ക് അവിടെ കൊണ്ട് തുറക്കാനുള്ളതാണ് ഗൈസ്. പെട്ടെന്ന് എടുത്തോണ്ടിരുന്ന ഷെഡിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു കൊള്ളാം ഗൈസ്. പെട്ടെന്ന് നടക്കുന്നു.
എൻ്റെ ഒരു കാലം അടിച്ചു കഴിഞ്ഞാൽ നോക്കുന്നത്, കാരണം മുളന്തിയാണ് നടക്കുന്നത് ഗൈസ്. ഗൈസ് നമുക്ക് പെട്ടെന്ന് അവിടെ കൊണ്ട് വെക്കണം. പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി വെക്കണം. പെട്ടെന്ന് കൊണ്ടുപോകണം. അപ്പൊ ഗ്രാണി ചത്ത് പോയോ? അല്ല, ഗ്രാണി ചത്തു പോലല്ലോ, നമ്മളിനി വെടിച്ചില്ലേ. വെടിക്കേ ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഗൈസ് പറയുന്നത്. ആ ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇതിൽ വരുമ്പോഴത്തേക്ക് റാണി പേടിച്ചു. അയ്യോ കണ്ട മണി ഇറങ്ങ. ഓടറാ. അയ്യോ പണില്ലോ, അരിതാരും പണിയെടുക്കാൻ ആരുമില്ലല്ലോ. ശരിക്കും പെട്ട് ഒട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. എലിവേറ്റർ വാടാ. എലിവേറ്റർ വാടാ. നമുക്ക് ശരിക്കും പേടിയാണിത്. ഇപ്പൊ ഒരു വിശ്വാസം padlocky power work power padlock use guys power da one near power ayyo guys നമ്മള് നമുക്ക് ഞാൻ ഇങ്ങോട്ട് പോണു. ഫ്യൂസ് ഇടുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് പോകണ്ടോ? നിങ്ങൾ എത്ര നേരമാണ് ഗൈസ് കളി തുടങ്ങി തന്നെ? ഒരു 2-2.5 മണിക്കൂർ. ഗൈസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? നമ്മള് ടെഡി എടുത്തപ്പോഴത്തേക്കും പെട്ടെന്നൊരു അയ്യോ electricity is not connected. No granny, no granny, no granny, where are you moran granny tollathu dee varunu guys. Edu evudana varunu paakathu poidu അയ്യോ ക്രോബാർ കൊണ്ട് ഇവിടെ തുറക്കണായിരുന്നു ഗൈസ്. ഞാൻ മറന്നുപോയി ഗൈസ്. അയ്യോ ഗൈസ് എന്താണ് ഗൈസ് ഇത് ഇങ്ങനെ ഓടുന്നേ? ഇതെന്താണ് ഗൈസ്? മാറടാ. ഗൈസ് ഡേ 3 ഗൈസ് ഡേ 3 നമ്മള് ഇത് ജയിക്കേണ്ട കളിയാണ് ഗൈസ്.
എന്റെ ഓരോ പൊട്ടത്തരങ്ങള്. എലിവേറ്ററോടാ ആഗ്രഹത്തൊക്കെ കേട്ടിട്ടു. അയ്യോടാ നമ്മളിപ്പോ ഓവറാണ്. പെട്ടെന്ന് വരുന്നു ഗൈസ്. ഭയങ്കര ചൂടാണ്. അയ്യോ ഏറ്റവും അടിയിൽ പോകുന്ന ഞാൻ ക്രോവർ എടുക്കാൻ മറന്നു. അയ്യോ നിക്കടാ. ഗ്രാനിയുള്ള ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേക്ക് 1.5 മണിക്കൂറാവും. നേരെ പോയിട്ട് ഓവർ നമ്മൾ എന്താണ് ഗൈസ് കണ്ടത്? ഗ്രാനി അങ്ങ് നടന്നു പോകുന്നതല്ലേ. ഗ്രാനിയുടെ വായിലായിരുന്നു നമുക്ക് ഓടിപ്പോയിട്ട് അയ്യോ ക്രോബർ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള സാധനം കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒട്ടും ഗൈസ്. ഏറ്റവും മുകളിലാണ് ഗൈസ്. ജനറേറ്റർ ഓടിയാണ്. കിട്ടൂല. എന്നെ കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഓടിപ്പോയി ആ ജനറേറ്റർ അവിടെ വെക്കണം. കളി വന്ന് ഗൈസ്. ഇതാണ് നമ്മുടെ വിജയം. ഇതാണ് ഗൈസ്, നമുക്ക് കിട്ടി. നമുക്ക് കളി ഇത് വെക്കുന്നവിടെ നമുക്ക് നേരെ പോയി ജയിക്കാം. ഗ്രാനിത്തുള്ള കാര്യം ഗ്രാനിട്ട് ഒരു വട്ടം ചുറ്റണം. ഹലോ ഗ്രാനി, ഓടിപ്പോണ്ട്. മേഖലെങ്കിലും എസ്കേപ്പ് ആണ്. എന്താണ് ഇനി എന്താണ് ഗായ്സ്? നമ്മള് മുകളില് പോയിട്ടില്ല. മുകളിലെന്തോ ചെയ്യണം ഗൈസ്. ഏറ്റവും ടോപ്പിൽ പോകണം. ഏറ്റവും ടോപ്പിലോട്ട് നമുക്ക് എന്തോ ചെയ്യണ്ട.
ഒരു ചിന്ന പണിയുണ്ട് ഗൈസ്. നമുക്കിനി അത് പോയി ചെയ്തിട്ട് വരാം ഗൈസ്. ഇനി നമുക്ക് തുറന്നിടാ പവറിടാ. ഇനി ഗൈസ് ഇനി നമുക്ക് ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ പോയി എസ്കേപ്പ് ആവാൻ പറ്റുന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ പോവാം ഗൈസ്. ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയിരിക്കുന്നു ഗൈസ്. ഹായ് സുലറീന, ബൈ ഗ്രാനി. ദി എൻഡ്. നമ്മൾ ഗ്രാനി 3 അങ്ങനെ ഗ്രാനി വെച്ചിട്ട് നമ്മൾ അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.